നമസ്കാരം, കലിക ന്യൂസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ കാഞ്ഞിരത്തുമൂട്ടിൽ ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷൻ 8ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പ്രഭാഷകനും കവിയുമായ കുടിയേല ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. കടയ്ക്കൽ ഗവൺമെന്റ് HSS പ്രിൻസിപ്പാൾ നജീം A വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാമത്സരം നടന്നു. ിൽ കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിക്കുന്ന ഐശ്വര്യ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ 8ാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ കാഞ്ഞിരത്തമോട് ഇരുട്ടുകാട്ടിൽ അസോസിയേഷൻ സ്വന്തമായി വാങ്ങിയ ഭൂമിയിൽ വെച്ച് നടന്നു. ഐശ്വര്യ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് കരുണാകരൻ പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ അസോസിയേഷൻ ട്രഷറർ ഷറാഹുദ്ദീൻ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ സെക്രട്ടറി റെസിഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കവിയും പ്രഭാഷകനുമായ കുടിയേലി ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. കടയ്ക്കൽ ഗവൺമെന്റ് HSS പ്രിൻസിപ്പാൾ നജീം, വാർഡ് മെമ്പർ സുഷമ്മ, കുടുംബാംഗം ശിവദാസൻ പിള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. അടുത്തതായി കവി പ്രഭാഷകനുമായ ശ്രീ കുടിയേല ശ്രീകുമാർ സാറിനാണ്. അദ്ദേഹത്തിനും ഈ ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. ഭരണസമിതി നിലവിൽ വന്നപ്പോൾ ഇപ്പോഴത്തെ വാർഷികം എങ്ങനെ നടത്തണം, പകൽ സമയത്ത് മാത്രം നടത്തി അവസാനിപ്പിക്കാം എന്നൊരു തോന്നൽ എനിക്കും നിലവിലെ സെക്രട്ടറിക്കും ഉണ്ടായി. കാരണം പുതിയ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതിൽ ഉൾപ്പെട്ട 3/4 അംഗങ്ങളും പുതുമുഖങ്ങളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കാലത്ത് നല്ലൊരു പഠിച്ചു കഴിഞ്ഞു. പക്ഷേ മുൻ സെക്രട്ടറി ശ്രീമാൻ അജികുമാർ ഞങ്ങൾക്ക് ആവുന്നിടത്തോളം പിന്തുണ തന്നു. ഒരു കാരണവശാലും പിന്മാറരുത്, നല്ല പരിപാടി നടത്തണം, എന്ത് വന്നാലും നമുക്ക് മുന്നിട്ടിറങ്ങി നിൽക്കാം എന്നുള്ള ഒരു പ്രേരണ ശക്തി അദ്ദേഹം തന്നതിന്റെ പേരിലാണ് ഞങ്ങളെല്ലാം പിന്നെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഒട്ടുമിക്ക കുടുംബങ്ങളും പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വിശേഷം വന്നാൽ കുറച്ച് പായസം ഉണ്ടാക്കിയാൽ അത് എന്റെ സഹോദരിക്ക് കൊടുക്കുവാൻ കഴിയില്ല. കാരണം ഞാനും എന്റെ സഹോദരിയും തമ്മിൽ ശത്രുതയിലാണ്. ആ പായസത്തിന്റെ പങ്ക് തൊട്ടടുത്ത എന്റെ സഹോദരന്റെ വീട്ടിൽ കൊടുക്കുവാൻ പറ്റില്ല. കാരണം ഞാനും എന്റെ സഹോദരനും വർഷങ്ങളായി ബദ്ധ വൈരികളാണ്, ശത്രുക്കളാണ്. തീർച്ചയായിട്ടും 8 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനത്തിന്, ഒരു സംഘടനയ്ക്ക് ആ പൊതുവായ ലക്ഷ്യങ്ങളും കർമ്മ പദ്ധതികളും ഉള്ളതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട സൈലസ് ചൂണ്ടിക്കാണിച്ചതുപോലെ 11 സെന്റ് വസ്തു അടക്കം മേടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. 70-ലധികം കുടുംബങ്ങൾ ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷൻ എന്ന ഈ ഒരൊറ്റ സംഘടനയ്ക്ക് കീഴിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷം. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ 2009 കാലഘട്ടത്തിലേക്ക് നമ്മളിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അവരെ നല്ല രീതിയിൽ നമ്മളെ ഒരു ആഗ്രഹം കൂടിയാണ്, ഒരു കെട്ടിടം, ഈ ഉപകരണങ്ങളും മറ്റും സൂക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഒരു കെട്ടിടം നമുക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. ആൾക്കാർ ഇരിക്കുമ്പോൾ അതിൽ കുറച്ച് അരിയും നാളികേരവും പൈസയും ഒക്കെ ബാക്കി വരും. അങ്ങനെ അവർ തീരുമാനിച്ചു, എന്നാൽ വൈകുന്നേരം ഒരു പായസം കൂടി ആവട്ടെ എന്ന്. അങ്ങനെ ഇപ്പൊ അടുത്ത കാലത്തായി രാവിലെ കഞ്ഞിയും വൈകിട്ട് പായസവും വിതരണം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ അവരിൽ ചിലരുടെ മനസ്സിൽ തോന്നിയ ഒരാശയമാണ്, ഈ വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന ഈ കൂട്ടായ്മയൊന്ന് മാറ്റിക്കൊണ്ട് നമുക്ക് സ്ഥിരമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണം. അതിനൊരു പേര് നൽകി ഐശ്വര്യ റെസിഡൻഷ്യൽ അസോസിയേഷൻ. ശ്രീ ഷാനവാസ് കോങ്ങനാടിനും ഫ്രാക്ക് ആദരം നൽകി. അത് ഇപ്പോൾ എന്റെ ഓർമ്മയിൽ വീണ്ടും വരുന്നു. നജീം സാറ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ
അടിസ്ഥാനപരമായി അതിനുണ്ടാകേണ്ട മൗലികമായി ഉണ്ടാകേണ്ട അതിൻ്റെ ഗുണങ്ങൾ അദ്ദേഹം സവിസ്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ 8ാം വാർഷികം നടക്കുന്ന ഈ വേളയിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും ഈ റെസിഡൻസ് അസോസിയേഷന് നേർന്നുകൊണ്ട് നിർത്തുന്നു. ദേവിക അടുത്തതായി നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ ഡോക്ടറായ ഡോക്ടർ റിസാന, അത് അച്ഛനിൽ നിന്നും അതുപോലെ ലജീൻ സാറിൽ നിന്നും പുരസ്കാരം വാങ്ങുക. ഇത് ദേവഗിരി സൈലസ് ആണ്, MSW ഫസ്റ്റ് ക്ലാസ്. അതുപോലെ നമ്മുടെ ഹൈസ്കൂൾ കലോത്സവ വിജയി ശ്രീജിത്ത് ഷിബു. അടുത്ത നമ്മുടെ കുടുംബത്തിൽ നിന്നും BSc നഴ്സിംഗിൽ ഉയർന്ന മാർക്ക് നേടി BSc നഴ്സിംഗ് ഡോക്ടർ റിസാനയ്ക്ക് പുരസ്കാരം. സാറിന് ഈ പുരസ്കാരം സെക്രട്ടറി കൊടുക്കുകയാണ്. അഫ്താദ് മുഹമ്മദ്, നിറഞ്ഞൊരു കൈയടി. നിങ്ങൾ ആരും കൈയടിക്കരുത്, കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ക്യാഷ് അവാർഡ് നൽകുന്നത് ശ്രീ ശിവദാസൻ പിള്ള സാറ്, ഷറാവുദ്ദീൻ സാറിന്റെ വകയായിട്ടാണ്. നമ്മുടെ കുടുംബാംഗമായിട്ടുള്ള +2 വിജയിയായിട്ടുള്ള അക്ഷയ ഡിക്ക് മൊമെന്റോ നൽകുന്നു. വന്നിട്ടുള്ള ആദ്യത്തെ നഴ്സാണ്. അടുത്തതായി സൈബ BA. നമ്മുടെ പ്രദേശത്ത് നിന്നും ഫുൾ A+ വാങ്ങിയ ബബറ്റോയെ ക്ഷണിക്കുന്നു. ബബറ്റോയ്ക്ക് അസോസിയേഷൻ ക്യാഷ് അവാർഡ് കൂടി നൽകി ആദരിക്കുന്നു. ശ്രീജിത്ത് ഷിബുവിന് ഒരു കുടുംബാംഗത്തിന്റെ ക്യാഷ് അവാർഡ് കൂടി നൽകുന്നു. അടുത്ത സാരംഗ് സൈലസ് +2 നമ്മുടെ കുടുംബാംഗത്തിൽ നിന്നും ഫുൾ A+ കിട്ടിയ സാരംഗ് സൈലസിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ പ്രദേശത്തുള്ള ഫുൾ A+ നേടിയ അടുത്തതായി നമ്മുടെ പ്രദേശത്ത് നിന്നും +2 ഫുൾ A+ നേടിയ ഗോപിക JS. അടുത്തതായി നമ്മുടെ കുടുംബാംഗത്തിൽ നിന്നും ഫുൾ A+ വാങ്ങിയ അഫ്താദ് മുഹമ്മദ്. അമൽ കൃഷ്ണ നമ്മുടെ കുടുംബാംഗത്തിൽ നിന്ന് മികച്ച +2 മാർക്ക് നേടി. അക്ഷയ ഡി +2 മികച്ച വിജയി. അമൽ കൃഷ്ണ +2